ഓപ്ഷനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 5 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൂം ചെയ്ത് വെക്കുക. ഇമേജിന്റെ സൈസ് അഡ്ജസ്റ്റഡ് ആയെങ്കിൽ ഈക്വൽ സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് പാൻ ആൻഡ് സൂം ഓപ്ഷനിലൂടെ ഇമേജിന്റെ സൈസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ ഇമേജുകളും വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്സുകൾക്കും എഫക്റ്റുകൾക്കും വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 3D സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും 3D ക്യൂബ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. എഫക്റ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ബാക്ക് ബട്ടൺ കൊടുക്കുക. ഗ്രാഫിക്സുകൾക്ക് വേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രഞ്ച് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഇൻസ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ ഗ്രാഫിക്സും നിങ്ങളുടെ കൈൻ മാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. 3D ക്യൂബ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതികളിലുള്ള 4 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ പോയിന്റുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നൽകുക. ഇവിടെ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതികളിലുള്ള 8 ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ഇവയിൽ നിന്നും ഓരോ ഇമേജുകളിലേക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഏതൊരു ഗ്രാഫിക്സ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് 5ാമത്തെ ഈ ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് നൽകാം. ടൈറ്റിൽ ടെക്സ്റ്റ് ഇവിടങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടൈറ്റിലുകൾ എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ ടൈറ്റിലുകൾ ഒന്നും തന്നെ നൽകേണ്ടതില്ലെങ്കിൽ ഓപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ടൈറ്റിലുകൾ ഒന്നും തന്നെ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബോക്സുകളിൽ ക്ലിക്ക് ചെയ്ത് സ്പേസ് കൊടുത്തു ഓക്കെ കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ ഇൻസ്റ്റൈലിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള ഗ്രാഫിക്സുകൾ നൽകുക. ഇവിടെ എല്ലാ ഇമേജ് ലെയറുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.